ചേച്ചിയുടെ വളകാപ്പിന്റെ വ്ലോഗായാലോ? നാളെ ചേച്ചിയുടെ വളകാപ്പായതുകൊണ്ട് തലേന്നേ ട്രെയിനിൽ യാത്ര തിരിച്ചായിരുന്നു. എന്തായാലും പിറ്റേന്ന് വെളുപ്പിന് നമ്മൾ ചെന്നൈ എത്തി. അങ്ങനെ റെസ്റ്റ് ഒക്കെ എടുത്ത് താഴെ വന്നപ്പോഴത്തേക്കും ഋതനും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും വളകാപ്പിന് ആവശ്യമായ എല്ലാ സാധനവും ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എടാ, ഇവിടെ വന്ന എല്ലാ വീട്ടിന് മുമ്പിലും കോലം വരച്ചിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ ചടങ്ങ് ഇവിടെ അടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ സാധനം എല്ലാം എടുത്തുകൊണ്ട് നേരെ ഓഡിറ്റോറിയത്തിലോട്ട് പോകും. നമ്മൾ കൊണ്ടുവന്ന സാധനമൊക്കെ എടുത്ത് വെച്ചപ്പോഴത്തേക്ക് സുന്ദരിയായിട്ട് ഒരുങ്ങി ചേച്ചി എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചടങ്ങൊക്കെ കഴിഞ്ഞ് ചേച്ചിയുടെയും ചേട്ടനെയും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ചെന്നപ്പോഴത്തേക്കും മഷ്റൂം റൈസ്, ലെമൺ റൈസ്, തൈര് സാധകം, അങ്ങനെ ഒത്തിരി വെറൈറ്റി ഐറ്റംസ് ആണ്. ഇവിടെ എപ്പോൾ വന്നാലും നമ്മുടെ കേരളത്തിലെ സദ്യയും ഫുഡൊക്കെ ഒത്തിരി അധികം മിസ് ചെയ്യാറാണ് പതിവ്. അങ്ങനെ ഓഡിറ്റോറിയത്തിൽ നേരെ വീട്ടിലെത്തി ആരതിയൊക്കെ ഒഴിഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിലോട്ട് ചേച്ചിയൊക്കെ എത്തുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒത്തിരി നാളായിട്ട് മീനാക്ഷി അമ്മയുടെ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യായിരുന്നു. അങ്ങനെ അങ്ങോട്ട് തിരിച്ചു. അവിടെ ചെന്നപ്പോഴത്തേക്കും ദീപാവലി സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ക്ഷേത്രമൊക്കെ പുതുക്കി പെയിന്റ് അടിക്കുകയായിരുന്നു. ക്ഷേത്രമൊക്കെ തൊഴുത് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് തിരിച്ചു.